ഓം നരരൂപം ധരിച്ചോരു പരമാത്മസ്വരൂപനാം നാരായണ ഗുരുത്വം സാഷ്ടാംഗം പ്രണമിച്ചിടാം. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരശ്ചന്ദ്രമരീചികേ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ജനമനസ്സുകളിൽ നിന്നും ഒരു കാലത്തും മറഞ്ഞോ പോകാത്ത അപൂർവ മാഹാത്മ്യത്തിൻ്റെ ഗുരുസ്മൃതി എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരു ധന്യ ദിനമാണിന്ന്. ലോകോദ്ധാരണത്തിനായി ആയുസ്സും വപസ്സും ആത്മതപസ്സും ബലി ചെയ്ത ആ പുണ്യപുരുഷൻ്റെ തിരുനാമം തന്നെ നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ വിളക്കുന്ന വിളക്കാണ്. മനുഷ്യൻ എന്ന 4 അക്ഷരത്തെ മധുരാക്ഷര മന്ത്രമായി ഹൃദയത്തിലേറ്റിക്കൊണ്ട് ആർത്തർക്കും ആലംബഹീനർക്കുമായി അവിശ്രമം പോരാടിയ ദേവത്വം. മഹാഗുരുവിൻ്റെ 97ാമത് മഹാസമാധി ദിനം. അവിടുന്ന് ഭൗതിക ശരീരം വിട്ടിട്ട് യശോനിർവാണം പ്രാപിച്ച ദിനം. നമ്മളെല്ലാവരും ഇന്ന് അനുഭവിക്കുന്ന ഒട്ടുമിക്ക സ്വാതന്ത്ര്യങ്ങളുടെയും ആദിമൂലം ഗുരുദേവ ചിന്തകളാണെന്ന തിരിച്ചറിവിനുള്ള സന്ദർഭമാണ് ഈ സമാധി ദിനാചരണം. തപസ്സാണ് മഹാഗുരുക്കന്മാരെ സൃഷ്ടിക്കുന്നത്. കൊട്ടാരം വിട്ടിറങ്ങിയ സിദ്ധാർത്ഥ രാജകുമാരൻ അതികഠിനമായ തപസ്സിൽ മുഴുകി. അവസാനം ബോധിവൃക്ഷ ചുവട്ടിൽ വെച്ച് ഒരു പൗർണമി നാളിൽ ബോധോദയമുണ്ടായപ്പോൾ അവിടുന്ന് ഭഗവാൻ ശ്രീബുദ്ധനായി. അതുപോലെ 12ാം വയസ്സിൽ പരിത്യാഗിയായി ഇറങ്ങിത്തിരിച്ച ഇമ്മാനുവൽ എന്ന യേശു പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3ൻ്റെയും അർത്ഥത്തെ സാക്ഷാത്കരിച്ച് ദൈവത്തെ അറിഞ്ഞപ്പോൾ ക്രിസ്തുവായി. അറേബ്യയിലെ മുഹമ്മദിൻ്റെ തപസ് അദ്ദേഹത്തെ നബിയാക്കി. അതുപോലെ ചെമ്പഴന്തിയിൽ വന്നു പിറന്ന നാരായണൻ മരുത്വ മലയിലും മറ്റും ചെയ്ത തീവ്രമായ തപസ്സിൻ്റെ ഫലമായി നാരായണ ഗുരുവായി ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവനായും വിരാജിച്ചു. 6 പടികളുള്ള ഒരു കുളത്തിലേക്കിറങ്ങിയ 6 പേർ തണ്ണി, ജലം, നീര്, പാനി, വാട്ടർ, തോയം എന്നൊക്കെ വെള്ളത്തെ വിലയിരുത്തുന്നത് പോലെ സമൂഹമധ്യത്തിലേക്കിറങ്ങി അനുഗ്രഹവർഷം ചൊരിയുന്ന ഗുരുക്കന്മാരെ ലോകം ഇങ്ങനെയൊക്കെ വാഴ്ത്തിപ്പാടുന്നു. വാസ്തവത്തിൽ ഈ വിശേഷണങ്ങൾ എല്ലാം ഒന്നു തന്നെ. അതിനാൽ ശ്രീനാരായണ ഗുരുദേവൻ പ്രവാചകനാണ്, അവതാര പുരുഷനാണ്, ദൈവപുത്രനാണ്, സിദ്ധനും ബുദ്ധനുമാണ്. അവിടുന്ന് കാരുണ്യമൂർത്തിയായ ജഗത് ഗുരുവുമാണ്. സമാധി എന്നാൽ എന്താണ്? ശരീരത്തോടെ ഇരിക്കുമ്പോൾ ജീവൻ വെടിയുന്ന അവസ്ഥയാണ് സമാധി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സമാധി അവസ്ഥ സ്വായത്തമാക്കിയവർക്ക് മാത്രമേ മഹാസമാധി എന്ന അവസ്ഥയിൽ ശരീരം വെടിയാൻ സാധിക്കൂ. അവരെ സമാധി ഇരുത്തിയിരിക്കുന്ന പ്രദേശത്ത് വലിയ ചൈതന്യം കുടികൊള്ളുക തന്നെ ചെയ്യും. ശിവഗിരിയിലെത്തുമ്പോൾ നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന ശാന്തിയും സമാധാനത്തിനും കാരണം അവിടെ കുടികൊള്ളുന്ന ചൈതന്യവും ഗുരുദേവൻ ബ്രഹ്മസ്വരൂപനും ആയതിനാലാണ്. എത്ര ഉത്കൃഷ്ടമായ ജീവിത നാടകത്തിനും മരണം അതിൻ്റെ തിരശീല വലിച്ചിടാതിരിക്കില്ല. ജീവിതം പോലെ തന്നെ സത്യമാണ് മരണവും. മഹാത്മാക്കൾ പക്ഷേ ശരീരം കൊണ്ട് മാത്രമേ മരിക്കുന്നുള്ളൂ. കാരുണ്യപൂർണവും നിസ്വാർത്ഥവുമായ ജീവിതം കൊണ്ട് അവർ മനുഷ്യരാശിക്ക് നൽകിയ നന്മ അവരെ അമരന്മാരാക്കും. അനുകമ്പ ദശകത്തിൽ ഗുരു പറയുന്നത് പോലെ ഉരുവാ മുടൽ വിട്ട് കീർത്തിയാം ഉരുവാർന്നിങ്ങി അനുകമ്പ നിന്നിടും. ഉരുവായ ഉടൽ ഉപേക്ഷിച്ചാലും അവരുടെ കീർത്തിയുടെ രൂപത്തിൽ ഈ പ്രപഞ്ചത്തിൽ തന്നെ നിലനിൽക്കും. ആ കർമ്മഫലം ഉണ്ണുന്നത് വരും തലമുറകളായിരിക്കും. ഗുരു ചെയ്തു വെച്ച സത്കർമ്മങ്ങളുടെ ഫലമാണല്ലോ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ജീവിതാനന്ദങ്ങൾ എല്ലാം. ആദിമഹസൻ നേരാമഴി കാട്ടുന്ന ദൈവം തന്നെയാണ് ഗുരു. ദൈവം പ്രകാശമാണ്. ഗുരുവും അണയാത്ത പ്രകാശധാര തന്നെ. 96 വർഷത്തിൻ്റെ പിന്നിലേക്ക് നമുക്കൊന്ന് പോകാം. അന്ന് സമയം 3:15 മണി കഴിഞ്ഞു. ഗുരുവിൻ്റെ കണ്ണുകൾ അസാധാരണമായി തിളങ്ങി. നമുക്ക് നല്ല ശാന്തി അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽപ്പിച്ചിരുത്തുവാൻ ഗുരു ആംഗ്യം കാണിച്ചു. ശിഷ്യനായ അച്യുതാനന്ദ സ്വാമികൾ സാവധാനം താങ്ങി എഴുന്നേൽപ്പിച്ച് പത്മാസനത്തിൽ കട്ടിലിൽ ഇരുത്തി. അടുത്തു നിന്നിരുന്ന ബോധാനന്ദ സ്വാമികളോട് രാമന് വസിഷ്ഠൻ ജ്ഞാനോപദേശം നൽകുന്നത് വിവരിക്കുന്ന ജ്ഞാനവസിഷ്ഠം എന്ന പുസ്തകം എടുത്തുകൊണ്ട് വരുവാൻ ഗുരു പറഞ്ഞു. അതെടുത്തുകൊണ്ട് വന്നപ്പോൾ അതിലെ ജീവൻ മുക്തിക്കായുള്ള മോക്ഷപ്രകരം എന്ന ഭാഗം വായിക്കാൻ മാമ്പലം വിദ്യാനന്ദ സ്വാമികളോട് പറഞ്ഞു. അത് വായിച്ചു തീർന്നപ്പോൾ തൃപ്പാദങ്ങളുടെ മുഖം പിന്നെയും പ്രസന്നമായി. ഇപ്പോൾ
നല്ല സുഖം തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ശിഷ്യന്മാരോട് ദൈവദശകം ചൊല്ലാൻ പറഞ്ഞു. അവസാന വരികൾ ചൊല്ലിത്തീർന്നപ്പോൾ ഭഗവാന്റെ കണ്ണുകൾ സാവധാനമടഞ്ഞു. തൃപ്പാദങ്ങൾ മഹാസമാധിയായി. ഒരു യുഗപുരുഷൻ്റെ മഹാസമാധിയായിരുന്നു അത്. അവിടെ ഉണ്ടായിരുന്ന ഗുരുഭക്തരും ശിഷ്യന്മാരും സങ്കടം സഹിക്കാതെ പൊട്ടിക്കരഞ്ഞു. ശിവഗിരിയിലെ സന്യാസി ശ്രേഷ്ഠന്മാർ പറഞ്ഞു, ആരും കരയരുത്, പ്രാർത്ഥനകൾ ചൊല്ലുക, തൃപ്പാദങ്ങൾക്ക് മരണമില്ല, അവിടുന്ന് മഹാസമാധി പ്രാപിച്ചതാണ് എന്ന്. പ്രതിസന്ധികളെ വീറോടെ നിന്ന് എതിർത്തിട്ടുള്ള യുവസേനാനിയും ഗുരുദേവ ശിഷ്യനുമായ സഹോദരൻ അയ്യപ്പൻ ആദ്യമായി കണ്ണു നനഞ്ഞു പാടിയ വരികൾ: തവ വിയോഗാർത്തി പരിതപ്തർഭവത് കൃതകപുത്രരാം അനേക ലക്ഷങ്ങൾ ഒഴുകും കണ്ണീരാൽ ഉദകം വീഴ്ത്തുന്നു മലയാളക്കര മുഴുവൻ സദ്ഗുരു. സഹോദരൻ അയ്യപ്പൻ തൃപ്പാദദേഹം നമിച്ചതിന് ശേഷം സമാധിഗാനം ഒരാവർത്തി കണ്ണീരോടെ ആലപിച്ചു. തൃപ്പാദ ഭക്തി കൊണ്ട് ഉള്ളുരുക്കി പ്രാർത്ഥിക്കുന്ന അയ്യപ്പൻ എന്ന ദൈവനിഷേധിയെ അന്ന് ലോകർ കണ്ടു, തിരിച്ചറിഞ്ഞു. കാലം കഴിഞ്ഞു കരിവിങ്കലിരുന്നു ഞാൻ ആ കാലം നനച്ചു കരയുന്നത് കേൾക്കശംഭോ എന്നെഴുതിയ ഭഗവാന്റെ മഹാസമാധി സ്ഥലമാണത്. കരുവിങ്കലിരുന്ന് തൃപ്പാദങ്ങൾക്ക് കരയാമെങ്കിൽ പിന്നെ കരുവിനെ തെരുതെരു വീണു വണങ്ങുന്ന ഭക്തന് എന്തുകൊണ്ട് കണ്ണീർ പൊഴിച്ചുകൂടാ, അല്ലേ? ജനിച്ച സമയത്ത് കരയാത്ത ഭഗവാൻ ലോകത്തിൻ്റെ അവസ്ഥ കണ്ട് പലതവണ കണ്ണീർ പൊഴിച്ചു. കുടിപ്പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ കൂട്ടുകാർ കല്ലെറിഞ്ഞ ഒരു സന്യാസി വര്യന് വേണ്ടിയായിരുന്നു ആദ്യം കണ്ണീർ പൊഴിച്ചത്. പിന്നീട് ഒരു പുലയച്ചാളയിൽ അരിവെന്ത് കലം കവിയുന്നത് കണ്ടപ്പോൾ, പിന്നീട് വാരണപ്പള്ളിയിലെ പഠനകാലത്ത് ഒരു കുടിലിൽ അനാഥനായി കിടന്ന് വേദന കൊണ്ട് പുളയുന്ന ഒരു കുഷ്ഠരോഗിയെ കണ്ട് വീണ്ടും കണ്ണീർ പൊഴിഞ്ഞു. ആ രോഗിയുടെ വ്രണങ്ങൾ മരുന്ന് പുരട്ടി സുഖപ്പെടുത്തി കൊടുത്തപ്പോൾ ആ കുഷ്ഠരോഗിയും നന്ദിയോടെ കണ്ണീർ പൊഴിച്ചു എന്ന് ചരിത്രം. പിന്നീട് മരുത്വാമലയിൽ തപസ്സനുഷ്ഠിച്ച് സത്യസാക്ഷാത്കാരം നേടിയപ്പോഴും തൃപ്പാദ നയനങ്ങൾ കണ്ണീരണിഞ്ഞു. അത് മലയുടെ താഴ്വാരത്ത് ദീനം പിടിച്ചും അത് മറക്കാനായി മധുരി അത് കുടിച്ചും നരകതുല്യമായി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ ഓർത്താണ്. തട്ടിത്തട്ടിപ്പെരുക്കി പെരുവെളി അതിലാക്കുവാൻ പിന്നെയാട്ടെ എന്നും പറഞ്ഞ് ലോകോദ്ധാരണത്തിനായി ഭഗവാൻ അപ്പോൾ തന്നെ മലയിറങ്ങി. പിന്നീട് അരുവിപ്പുറത്ത് വെച്ചാണ് ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത്. ദൈവത്തെ അടുത്തുനിന്ന് കാണാൻ കഴിയാത്തവർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കാനായി നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നും മുങ്ങിയെടുത്ത ശില നെഞ്ചോട് ചേർത്ത് വെച്ച് ധാരധാരിയായി ഒഴുകി വീണ കണ്ണീർ കണങ്ങൾ കൊണ്ട് ആ ശിലാവിഗ്രഹം അഭിഷേകം ചെയ്തു എന്ന് തന്നെ പറയാം. അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ ജാതി മേധാവിത്വത്തിനെതിരായ ശിലാസ്ഥാപനമാണ് ഭഗവാൻ നടത്തിയത്. സവർണ ജാതിയുടെ മസ്തകത്തിൽ ആഞ്ഞടിക്കുകയായിരുന്നു ഗുരുദേവൻ. സമാധി തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഭഗവാൻ എത്തുമ്പോൾ കാഴ്ചദ്രവ്യങ്ങളുമായി തൃപ്പാദ കടാക്ഷത്തിനായി എത്തിയ കുറേ പാവങ്ങളെ ദൂരെ മാറ്റി അകറ്റി നിർത്തിയിരിക്കുന്നത് കണ്ട് ഭഗവാൻ ചോദിച്ചു, എന്തിനവരെ അകറ്റി നിർത്തുന്നു? അവരും നിങ്ങളും തമ്മിൽ എന്തു ഭേദം? അവരെ ക്ഷേത്രസന്നിധിയിലേക്ക് പ്രവേശിപ്പിക്കൂ എന്ന് കൽപ്പിച്ചപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞത്, 1 വർഷം കൂടി കഴിഞ്ഞിട്ട് പരിഗണിക്കാം സ്വാമി എന്നായിരുന്നു. അത് കേട്ട് തൃപ്പാദങ്ങൾ കണ്ണടച്ച് ധ്യാന നിരതനായി. ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഉതിർന്നു വീണ് ഭൂമി ചുട്ടുപൊള്ളി. പ്രകൃതി അതുകണ്ട് അലറിക്കരഞ്ഞു. മഴത്തുള്ളികൾ പെട്ടെന്നാണ് ആർത്തലിച്ച് പെയ്തത്. അവസാന തുള്ളിയും പെയ്തഴിഞ്ഞപ്പോൾ ഭഗവാൻ കണ്ണു തുറന്ന് ചോദിച്ചു, 1 വർഷം കഴിഞ്ഞല്ലോ, ഇനി അവരെ പ്രവേശിപ്പിക്കാമല്ലോ എന്ന്. അങ്ങനെ ആ പാവങ്ങളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചു. എന്തു പകരം കൊടുത്താലാണ് നമ്മൾ ഇതിനെയൊക്കെ കടം വീട്ടുക? ഒരു സാഹചര്യത്തിലും ശോഭിക്കാതെ, ആരെയും വെറുക്കാതെ, സ്വന്തമായി അതൊന്നും വേണമെന്ന് ആഗ്രഹിക്കാതെ, തൻ്റെ ആയുസ്സും വപസ്സും തപസ്സും മാനവരാശിയുടെ ആധ്യാത്മികവും ഭൗതികവുമായ ശ്രേയസ്സിനു വേണ്ടി സമർപ്പിച്ച കാരുണ്യവാനായ ഈ മഹാഗുരു ഇവിടെ പിറവിയെടുത്തില്ലായിരുന്നു എങ്കിൽ കേരളത്തിൻ്റെ ചിത്രം മറ്റൊന്നാകുമായിരുന്നു. ആത്മാനന്ദത്തിൻ്റെ ആകാശത്തു നിന്നും മണ്ണിൻ്റെ മാറിലേക്ക് സ്വയം പതിച്ച നക്ഷത്രം. ആ നക്ഷത്ര വെളിച്ചമാണ് നമുക്ക് നേരാൻ വഴി കാട്ടിയത്. എത്ര ജന്മം കൊണ്ടാണ് നമുക്ക് ഈ മഹാത്യാഗത്തിന് നന്ദി പറയാനാകുക? ആത്മോപദേശ ശതകത്തിലെ 66-ാം പദ്യത്തിലൂടെ ഭഗവാൻ തിരുസ്വരൂപം ഭഗവാൻ തന്നെ വെളിപ്പെടുത്തി തരുന്നത് ഇങ്ങനെ:
നാം അറിവ് അഥവാ ഈശ്വരസത്ത മാത്രമാണെന്ന് ഭഗവാൻ ധീരതയോടെ പ്രഖ്യാപിക്കുകയാണ്. ഗുരു പോക്കുവരവറ്റ പരമ്പൊരുളാണ്. ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല. ഗദ്യപ്രാർത്ഥനയിൽ ഗുരുദേവൻ എഴുതിയ ഈ വാക്കുകൾ പോലെ ഭഗവാൻ അനശ്വരനായി നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടുന്ന് മരണവുമില്ല, പുറപ്പുമില്ല, വാഴ്വും നരസുരരാധിയുമില്ല നാമരൂപം, മരിവിലമർന്ന മരീചി നീരുപോൽ നിൽപ്പൊരു പുരളല്ലിതോർത്തിടയണം. അതെ, ജനന മരണങ്ങൾക്കപ്പുറത്ത് അനുഭൂതിയിൽ സർവ്വവ്യാപിയായി പ്രകാശിക്കുന്ന ഗുരുദേവൻ നമ്മുടെ മുൻപിലുണ്ട്. നാം ആ ഗുരുവിൻ്റെ സേവയിൽ മൂർത്തിയെ നിർത്തുക. നാരായണ ഗുരു എന്ന അറിവിൻ്റെ സാഗരത്തെ നാം ആഴത്തിലറിയണം. അതിനെന്താണ് വേണ്ടത്? ഗുരുവിൻ്റെ കൃതികളുമായി നമുക്ക് നേരിട്ട് ബന്ധമുണ്ടാവണം. സർവസംഘ പരിത്യാഗിയായി ഇറങ്ങിത്തിരിച്ച നാരായണൻ ദൈവസത്തയിൽ വിലയം പ്രാപിച്ച് ബ്രഹ്മസ്വരൂപം മാത്രമായി. ഇതിൻ്റെ ഉണർത്തുപാട്ടുകളാണ് ഭഗവാന്റെ ആത്മോപദേശ ശതകം, അദ്വൈത ദീപിക, അറിവ്, സ്വാനുഭവഗീതി തുടങ്ങിയ കൃതികൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വന്തം മൊഴിമുത്തുകളാണ് ഇവയൊക്കെ എന്ന് നാം ഓർക്കണം. 1 കോടി സൂര്യന്മാർ ഒരേ സമയത്ത് ഒരാളുടെ ഹൃദയത്തിൽ ഉദിച്ചുയർന്നാൽ എങ്ങനെയോ അതുപോലെയാണ് ഗുരുദേവൻ ഈശ്വരനിൽ വിലയം പ്രാപിച്ച് ഈശ്വരൻ മാത്രമായതെന്ന് ഗുരുദേവൻ തന്നെ ഈ കൃതികളിലൂടെ ഒക്കെ പ്രഖ്യാപനം ചെയ്യുന്നു. അതുകൊണ്ട് ഗുരു ദൈവ സമാനനല്ല, മറിച്ച് സാക്ഷാൽ ദൈവം തന്നെയാണെന്ന് ഈ ഗുരുകൃതികൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഗുരുകൃതികൾ സ്വയം പഠനത്തിനും മനനത്തിനും വിധേയമാക്കുക എന്നത് മാത്രമാണ് നമുക്ക് വേണ്ടത്. ജീവിതത്തിലെ ഒരു നിമിഷം പോലും ഗുരുദേവൻ പകർന്നു തന്ന ധാർമ്മിക ചിന്തകളിൽ നിന്നും വ്യതിചലിക്കില്ല എന്ന് ഗുരുദേവ ഭക്തർ ദൃഢപ്രതിജ്ഞയെടുക്കണം. ഗുരുദേവനുള്ള ഗുരുദക്ഷിണയാകട്ടെ നമ്മുടെ ഈ പ്രതിജ്ഞ. ഗുരുവിനെ അറിയുവാനും പരിപാവനമായ ആ മഹത് ജീവിതത്തെ പിൻപറ്റി ജീവിക്കുവാനും നമുക്കേവർക്കും കഴിയട്ടെ. ഗുരുദേവൻ അതിന് വഴികാട്ടിയുമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ത്രികരണാശുദ്ധി നിദർശനമായി പ്രതിഥമാം ഭവൽ ചരിതം ഞങ്ങൾക്ക് ശരണമാകണേ, ശരണമാകണേ, ശരണമാകണേ പരമസദ്ഗുരു. നിർത്തട്ടെ. എന്നെ ഇത്രയും സമയം ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗുരുദേവ ധർമ്മം വിജയിക്കട്ടെ.